പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നിർധനരും നിരാലംബരും നിസ്സഹായരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ഇവരനുഭവിക്കുന്ന ജീവൽ പ്രശ്നങ്ങളിൽ കൃത്യമായ സഹകരണങ്ങൾ നൽകി വരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഷെൽട്ടർ ഇന്ത്യ. ഷെൽട്ടർ ഇന്ത്യയെ അകലെ നിന്നും അടുത്തു നിന്നും അറിയുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. ഇന്ന് നമ്മളിലേക്ക് പരിശുദ്ധ റമദാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആഗതമാവുകയാണ്. പരിശുദ്ധ റമദാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ കിറ്റാണ് എൻ്റെ പിറകിലിവിടെ നിരത്തിയിട്ടുള്ളത്. ഈ ഒരു ഭക്ഷണ കിറ്റിൻ്റെ വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന അഗതികളും അനാഥരും നിസ്സഹായരും അതേപോലെ രോഗികളും ആയിട്ടുള്ള ആളുകളിലേക്ക്, ഷെൽട്ടറിൻ്റെ ബെനിഫിഷ്യറി ആയിട്ടുള്ള 4000-ലധികം ആളുകളിലേക്ക് ഈ ഒരു ഭക്ഷണ വിതരണം കൃത്യമായ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തുകയാണ്. ഈ ഒരു ഭക്ഷണ വിതരണം നമ്മൾ നടത്തുമ്പോൾ അവരുടെ അഭിമാനത്തിന് യാതൊരുവിധ ക്ഷതവും വരുത്താതെയാണ് കൃത്യമായി കോർഡിനേറ്റർമാർ വഴി അവരുടെ കൂരകളിലേക്ക് ഈ ഭക്ഷണ കിറ്റ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഭക്ഷണ കിറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ മുമ്പിലേക്ക് സുതാര്യതയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇന്ന് നടത്തുന്നത്. നമ്മുടെ ഈ ഒരു ചടങ്ങിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് PKC അബ്ദുറഹ്മാൻ മാസ്റ്ററാണ്. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. നമ്മോടൊപ്പം ഷെൽട്ടറിൻ്റെ ആദരണീയനായിട്ടുള്ള നമ്മുടെ സെക്രട്ടറി അബ്ദുറഹ്മാൻ മനോളി, അതുപോലെ തന്നെ ഷെൽട്ടറിൻ്റെ റിലീഫ് കോർഡിനേറ്റർ അബ്ദുള്ള മാഷ്, ഹോം കോർഡിനേറ്റർ കാസിം ക, അതുപോലെ തന്നെ ഷെൽട്ടറിൻ്റെ ആംബുലൻസിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സദക്കത്തുള്ള, ഷെൽട്ടറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കൂടെയുള്ള ഭാരവാഹി സലാഹുദ്ദീൻ, അതുപോലെ തന്നെ നമ്മുടെ ഇതിന് കിറ്റിന് വേണ്ടി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച് നമ്മോടൊപ്പം കഴിഞ്ഞ എല്ലാ വർഷവും കൂടെ നിൽക്കുന്ന നമ്മുടെ ഈ ഷോപ്പിൻ്റെ ഉടമ നൗഫൽ സാഹിബ്, അങ്ങനെ എല്ലാവരും നമ്മോടൊപ്പമുണ്ട്. നമ്മൾ ഈ ഒരു പ്രവർത്തനം ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. അതിൻ്റെ ഔപചാരികമായ കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ സുമനസ്സുകളെ എല്ലാവരെയും, ഇത് കാണുന്ന എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായിട്ടുള്ള PKC അബ്ദുറഹ്മാൻ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമ്മുടെ പുളിക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ബൃഹത്തായ സംവിധാനമാണ് ഷെൽട്ടർ ഇന്ത്യ എന്ന് ഞാൻ അടുത്ത കാലത്തായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ നിരവധി കഷ്ടപ്പെടുന്നവർക്ക്, നിരാലംബർക്ക്, ആലംബഹീനർക്ക് കഴിയുന്ന ഹെൽപ്പ് ചെയ്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സന്നദ്ധ സംഘം പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. വീട് നിർമ്മിച്ചു കൊടുക്കുന്നു, ആതുര സേവനം നടത്തുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. റംസാൻ വരുമ്പോൾ വീടുകളിലേക്ക് അതിനാവശ്യമായ ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നു. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ 10 വർഷം കൊണ്ട് സമൂഹത്തിനിടയിൽ മുദ്ര പതിപ്പിക്കപ്പെട്ട ഒരു സ്ഥാപനമായി, ഒരു കാരുണ്യ സംഘമായി ഈ ഷെൽട്ടർ ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നത് വളരെ സന്തോഷത്തോടു കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. പടച്ച റബ്ബിൻ്റെ പ്രീതി മാത്രമാണ്, ആരെയും കാണിക്കാനല്ല. മറിച്ച് ഇത് നമുക്കറിയാം, ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ, ഇത് ഇന്ന് സമൂഹത്തിൽ ഇത് നൽകുമ്പോൾ അത് ഒന്ന് ബോധ്യപ്പെടുത്തുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ആരെയും കാണിക്കാനോ മറ്റോ ഒന്നുമല്ല. മറിച്ച് ഇത് രേഖപ്പെടുത്തൽ, ഇതിന് സഹായിക്കുന്നവരെ അറിയിക്കേണ്ടതുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ചടങ്ങ് ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. വളരെ ലളിതമായി കേരളത്തിൽ ഇന്ന് വലിയ വലിയ വാഹനങ്ങളിൽ ഇതിൻ്റെ പാക്ക് റെഡിയാക്കി വെച്ചത് ഞാൻ കാണുകയുണ്ടായി. ഈ ഗോഡൗണിൽ തന്നെ ആയിരക്കണക്കിന് പാക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഉടമയെ ആരെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്താതെ അവർ താമസിക്കുന്ന അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്നതാണ് ഇത് ഏറ്റവും ചാരിതാർത്ഥ്യജനകമായത്. ഒരു വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ, മറ്റുള്ളവരെ ആരെയും അറിയിക്കാതെ, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുക്കാനുള്ള ആ സന്നദ്ധത, അതിനുപോലുമുള്ള സാമ്പത്തിക ചെലവ് വളരെ വയനാട്ടിലേക്കും തൃശ്ശൂരിലേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രയാസകരമായ ജോലിയാണ്. അതുപോലും ഏറ്റെടുത്തുകൊണ്ട് 4000-ലധികം ആളുകളെ സ്ഥിരമായി സഹായിക്കുന്നു, അനാഥകളെ സംരക്ഷിച്ചു പോരുന്നു. പ്രവാചകൻ്റെ ആ മൊഴിമുത്തുകൾ കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് അതുകൂടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവശക്തനായ റബ്ബ് ഈ റമദാനിൻ്റെ മുന്നൊരുക്കമെന്ന രീതിയിൽ ഇവർ നടത്തുന്ന ഈ പുണ്യകർമ്മത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാവേണമേ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായി ഈ കിറ്റ് വിതരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ വചനം ഉച്ചരിച്ചുകൊണ്ട് ഇതൊരു നല്ല പുണ്യകർമ്മമാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.